രാജേട്ടൻ എടുത്ത് വെച്ചാൽ മൂപ്പർക്ക് പണി അറിയാം. അതല്ലേ, പണി അറിയാം. ഓ, പണി അറിയാം. മുരളി ഗോപിക്ക് പിന്നെ പറയേണ്ട ആവശ്യമില്ല, ആള് നന്നായിട്ട്. അടിപൊളിയാണ്. നമ്മൾ ആ ലൂസിഫറിന്റെ ആ ഒരു പ്രതീക്ഷയൊക്കെ നമുക്ക് നിലനിർത്തിയോ? കണ്ടോ എങ്ങനെയുണ്ട് പടം? എങ്ങനെയുണ്ട് പടം? രാജേട്ടൻ എടുത്ത് വെച്ചാൽ മൂപ്പർക്ക് പണി അറിയാം. അതല്ലേ, പണി അറിയാം. ഓ, പണി അറിയാം. മുരളി ഗോപിക്ക് പിന്നെ പറയേണ്ട ആവശ്യമില്ല, ആള് നന്നായിട്ട് എഴുതി. നമ്മുടെ ലാലേട്ടനെ കുറിച്ച് പറയും. മോഹൻലാൽ എന്താ പറയാനുള്ളേ, ദാവ അങ്ങോട്ട് സ്ക്രീനിൽ നിറഞ്ഞു നിൽക്കുക. അങ്ങനെ ഫൈറ്റ് ഒക്കെ ഉണ്ടോ? ഒരുപാട് ഫൈറ്റ് ഒരുപാട് നല്ല. ലാലേട്ടന്റെ ചില ഫൈറ്റുകൾ സൂപ്പറാണ്. അതായത് മൂപ്പർക്ക് കൂടുതൽ നിന്നിട്ടുള്ള ആ ഒരു എക്സ്പ്രഷനിലാണ് സംഭവം. പിന്നെ അവൻ്റെ ആ ഫൈറ്റ് വരുമ്പോൾ കത്തി കയറും. അങ്ങനെ എത്ര കോടി ബഡ്ജറ്റിലേക്ക് ഈ പടം എത്തും എന്നുള്ളതാണ് ഒരു നിഗമനം. പടം എനിക്ക് എന്തായാലും ഒരു 100-200 കോടി എന്തായാലും. മലയാളം കണ്ട സിനിമയിൽ എന്തായാലും വലിയൊരു ബ്രഹ്മാണ്ഡ സിനിമയാണല്ലോ. ഏറ്റവും കൂടുതൽ കളക്ഷൻ കിട്ടാനുള്ള റെക്കോർഡുകളൊക്കെ ഭേദിക്കും. സാധ്യതയുണ്ട്. തീർച്ചയായും ടിക്കറ്റ് എടുക്കാം. അതെ, ടിക്കറ്റ് ധൈര്യമായിട്ട് എടുത്തു. ഓക്കെ, എന്താ അഭിപ്രായം? എപ്പിടി ഇരിക്കേ പടം? സൂപ്പർ. എങ്ങനെ ആ എംപുരാന്റെ ഒരു എഫക്ട് നമുക്ക് കിട്ടിയതല്ലേ? കിട്ടും. എല്ലാം കിട്ടിയിട്ടുണ്ട്. എങ്ങനെയുണ്ട് സംവിധാനം? പൃഥ്വിരാജിന്റെ പറയേണ്ട ആവശ്യമില്ല. ഗംഭീര. നമ്മൾ ഇത്രയും ദിവസം പ്രതീക്ഷിച്ചതെല്ലാം കിട്ടിയോ? എല്ലാം കിട്ടിയിട്ടുണ്ട്. എങ്ങനെയുണ്ട് പടം? എങ്ങനെയുണ്ട് പടം? കയ്യിൽ നിന്ന് പോയി അതെയാ? പ്രതീക്ഷിച്ചതൊന്നുമില്ല. 2-3 സീനുകൾ ഒഴിച്ച് കഴിഞ്ഞാൽ പിന്നെ വേറെ ഒന്നും വളരെ കാണാനില്ല. അപ്പൊ എന്തുണ്ടായി പടത്തിന്റെ? എന്താ കുറവ് തോന്നുന്നത്? വളരെ കുറവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2-3 സീനുകൾ അടിപൊളി സീനുകളാണ്. അതായത് ഫസ്റ്റ് ഹാഫിൽ കുറച്ച് സീനുകളുണ്ട്, സെക്കൻഡ് ഹാഫ് കുറച്ച് സീനുകളുണ്ട്. അതല്ലാണ്ട് മുതൽ വളരെ ലെങ്ത്താണ് ഏറ്റവും വലിയ പ്രശ്നം. ഭയങ്കര ലാഗാണ്. ലെങ്ത് കൂടുതലാണെന്ന് പറയണത്. ലെങ്ത് കൂടുതലുള്ളതൊന്നുമില്ലേനും അയാളില്ല. നമുക്ക് ലാഗ് അടിക്കും, കുറച്ച് നന്നായി ബോറടിക്കുന്ന ചില സീനുകളുള്ളത്. 2-3 സീനുകൾ മാത്രം നല്ലതെന്ന് പറയുള്ളൂ. ബാക്കി മൊത്തത്തിൽ നോക്കുമ്പോൾ ഒരു ആവറേജ് പടമുള്ളൂ. അപ്പൊ നമുക്ക് എംപുരാന്റെ എന്ന് പറയുമ്പോൾ അതായത് ലൂസിഫറിന്റെ ഒന്നും ഇതിൽ കിട്ടിയിട്ടില്ല. ആ ഒരു ഹൈപ്പില്ല, ആ ഒരു ഹൈപ്പിലൊന്നുമില്ല. അതുപോലെ നമ്മൾ ഇത്രയും എന്താ പറയുക 2-3 സീനുകൾക്ക് വേണ്ടി ഇത്രയും കാശ് ചെലവഴിക്കണം തോന്നുന്നു. കാണുമ്പോൾ തോന്നണതാണ് വിഷ്വലി ഭയങ്കര റിച്ചാണ് പടം. പക്ഷെ അതിന് വേണ്ടി എടുത്ത പോലെ, അതായത് വെറുതെ കഥയിൽ കുറേ സാധനം പോലെ ഹെലികോപ്റ്റർ സാധനമൊക്കെ കൊണ്ടുവന്ന് എന്തെങ്കിലും അടിപൊളി പോലെയായിരുന്നു. നോക്കാം, രക്ഷപ്പെടാൻ നോക്കാം. പടം അതിനുണ്ട്, കുഴപ്പമില്ല. ക്ലാസ് അതിനുണ്ട്. അതിനുണ്ട് പടം അതിനുണ്ട്.